ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറച്ച് നാളായാലൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട്. അപ്പം എൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞു ദേ താഴത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ചേട്ടൻ വന്നിട്ടില്ല, ഓട്ടം പോയേക്കാണ്. കുറച്ച് നേരം വരും. പിള്ളേർ നല്ല ഉറക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം വഴിയെ കാണാവേ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയറേറിയുമാണ്. പിന്നെ നമ്മുടെ മാവ് കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് 2-3 നെയ്റോസ്റ്റും ചമ്മന്തി കൂടി അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ പുട്ട് ഉണ്ടാക്കുകയാണ്. എനിക്ക് ഏറ്റവും ഉണ്ടാക്കാനായിട്ട് എളുപ്പം തോന്നിയേക്കുന്നത് പുട്ടാണ്. ഞാൻ മിക്സിയിൽ അടിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അതാകുമ്പോൾ പെട്ടെന്ന് കഴിയും. പിന്നെ പിള്ളേർക്കും പുട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മിക്ക ദിവസം പുട്ടാണ് ഉണ്ടാക്കാറ്. ആകെ ഇത്രയും മാവേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കും അമ്മയ്ക്കും മാത്രമേ അത് തികയുള്ളൂ. അപ്പോൾ പിന്നെ ബാക്കി പുട്ട് തന്നെ ഉണ്ടാക്കാമെന്നങ്ങ് കരുതി. അങ്ങനെ ഞാൻ ഈ പയറും കറി വെച്ചിട്ടുണ്ടായിരുന്നു. വെന്തിട്ടുണ്ട്. എനിക്ക് കടലേനേക്കാളും കൂടുതൽ ഇഷ്ടം പുട്ടിൻ്റെ കൂടെ പയറും കൂട്ടി തിന്നാനാണ്. പിന്നെ പഴവും ഭയങ്കര ഇഷ്ടമാണ്. ചാനു ചാനുവേ സാനു കാല് മാറ്റാൻ. അയ്യോ കാല് മാറ്റി സാനു. ശിവു എഴുന്നേക്കല്ലേ? ശിവോയ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ്, തോളൂർ ചുക്ക് കാപ്പി. അപ്പോൾ കുറേ നാളായി ചേട്ടൻ പറയുന്ന ഒരു ചുക്ക് കാപ്പിയുടെ പൊടി വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങി. അപ്പോൾ ചേട്ടൻ അത് ഇട്ട് കൊടുക്കുവാണ്. അതൊക്കെ കണ്ട് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ വേണ്ടി പോയി. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 1 മണിയായി. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരം എഴുന്നേറ്റു. അവിടേക്ക് ഇവിടേക്ക് ഇവിടേക്ക് കണ്ടില്ല. ഈ സാധനം ആദ്യമായിട്ടാണ് ഇവിടെ വാങ്ങിക്കണേ അല്ലേ സനു? അപ്പൊ നമുക്ക് പരീക്ഷിച്ച് നോക്കാം ശരിയാവുമോ. പഠിക്കണോ? പഠിച്ചോ. ശിവു ശിവു എവിടെ പോണേ? പോവാ. മതി 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 മതി. ഇതിലൊരു കോവയ്ക്ക ഉണ്ടായിട്ടെന്ന് പറഞ്ഞ എവിടെ അമ്മേ? ആണോ? അയ്യടാ. സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ചേട്ടൻ പിള്ളേരെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. ഇതിവിടെ പതിവുള്ളൊരു കാര്യമാണ്. അപ്പോൾ സനുവിനെ വിളിച്ചപ്പോൾ വേണ്ട, ഞാൻ വരുന്നില്ല, അച്ഛനും ശിവും കൂടി പൊക്കോളാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി പോയി. സനു ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. സാധാരണ സനുവാണ് ആദ്യം കയറി പോവാറ്. പക്ഷെ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല, ശിവൂരെ കൊണ്ട് അങ്ങനെ അച്ഛൻ പോയി. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ആളിത് മിഠായും കൊണ്ടാണ് വന്നത്. അപ്പോൾ അതിരുന്ന് തിന്നാണ്. ഒരെണ്ണം കൊണ്ടുപോയി ചേച്ചിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് രാത്രി ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറേ നാളായി ഇവിടെ വെച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഞാൻ സവാളയൊക്കെ വഴറ്റാണ് കുക്കറിലാണ് വെക്കാറ്.
കറി നമുക്ക് ചിക്കൻ ഉണ്ട്. അമ്മ ഉച്ചയ്ക്ക് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാനപ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശിവ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ദേ ആൾ സവാളയൊക്കെ പറക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്, പാവം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിച്ചു. ചേട്ടൻ ദേ അപ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് പോയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ മുകളിലേക്ക് പോകുന്ന ആളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.